വെൽക്കം ടു മൈ ചാനൽ വൈബ്സ് വിത്ത് ആസ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹൗ ഐ മേക്ക് മൈ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ്. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. ആദ്യം ഒരു A4 ഷീറ്റ് എടുക്കുക. നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് കൈകൊണ്ട് വരയ്ക്കാൻ അറിയുന്ന കഴിവുള്ള ആൾക്കാർ കൈകൊണ്ട് തന്നെ വരയ്ക്കുക. എന്നെപ്പോലെ മടിയന്മാർ, വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർ ഇതേപോലെ ട്രേസ് എടുക്കുക. ഞാൻ വരയ്ക്കാനുള്ള പിക്ചേഴ്സ് ഫുള്ളും പിൻട്രസ്റ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇതേപോലെ ട്രേസ് എടുത്ത് സെറ്റാക്കി വെച്ചത്. കണ്ടില്ലേ, വണ്ടർഫുൾ ആയിട്ടില്ലേ? ഇത് കണ്ടപ്പോഴാണ് ഈ പണി എനിക്കും പറ്റുമല്ലോ എന്നെനിക്കും മനസ്സിലായത്. കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല, എന്നാലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു മനസ്സുണ്ടായാൽ മതി. ഇനി ട്രേസ് ചെയ്ത സാധനങ്ങൾ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഈ കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഒന്നുകൂടെ കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞെണീറ്റത്. അവൾ ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് ഞാൻ ഈ പരിപാടി ചെയ്യാറുള്ളത്. അവൾ എണീറ്റു. അവളെ നൈസായിട്ട് ഉമ്മയുടെ കൈ കൊടുത്ത് ഞാൻ വീണ്ടും പരിപാടിയിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇനി സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ച സാധനങ്ങൾ നമുക്ക് അതിൻ്റെ അരികിലൂടെ ഒരു ഇത്തിരി സ്പേസ് വിട്ടിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കണം. അതെന്തിനാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് സ്റ്റിക്കേഴ്സ് കാണുമ്പോൾ മനസ്സിലാവും. കാരണം അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് അത് സ്റ്റിക്കേഴ്സ് ആയിട്ട് തോന്നുക. കണ്ടോ, ഇതേപോലെ അരിക് ഇത്തിരി വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ചെയ്യാം. അങ്ങനെ എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷമുള്ള ഭംഗിയാണ്ടോ, അടിപൊളി ആയിട്ടില്ലേ? ആ ബട്ടർഫ്ലൈസ് ഒക്കെ നോക്കിയേ. പിന്നെ ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് സെല്ലോ ടേപ്പ് നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുക്കുക. വലിയ സെല്ലോ ടേപ്പ് ആണെങ്കിൽ ഒരു ലെയർ മതിയാവും. കുഞ്ഞു സെല്ലോ ടേപ്പ് ആണെങ്കിൽ നമ്മൾ ആ പിക്ചർ കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പിക്ചേഴ്സ് നിരയായിട്ട് വെച്ച് കൊടുക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി ഇതിന് മുകളിലൂടെ ഒരു ലെയർ കൂടെ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക. അത് നമ്മുടെ സ്റ്റിക്കേഴ്സിനെ വാട്ടർ പ്രൂഫ് ആക്കുകയും നമ്മുടെ സ്റ്റിക്കേഴ്സ് നല്ല വൃത്തിക്ക് സെക്യൂർ ആയിട്ട് ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്നുകൂടെ മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നത്. ചടാ! അപ്പോൾ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് വീതം കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിനി ഒട്ടോ ഇല്ലെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ. ഇതിന് ബാക്കിലുള്ള ആ ബട്ടർ പേപ്പർ മെല്ലെ കീറിയെടുത്തിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ജേർണലിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആർട്ട് വർക്കിലാണോ നിങ്ങൾക്ക് ഒട്ടിക്കേണ്ടത് അവിടെ ഒട്ടിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒരു A4 ഷീറ്റിൽ ഒട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. വണ്ടർഫുൾ. അത് നല്ല മനോഹരമായിട്ട് ആ ബട്ടർഫ്ലൈ അവിടെ ഒട്ടി. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുക. ആൻഡ് ഐ എം സോ ഹാപ്പി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ആദ്യ വീഡിയോ ആണ്. സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.